ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ആയിട്ടാണ് വന്നേക്കുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്, ഗുരുവായൂരാണ്. നമ്മൾ ഒരുപാട് ദിവസമായി ഈ വീഡിയോസ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എൻ്റെ വീട്ടിൽ വന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പക്ഷെ നടന്നിട്ടില്ല. മടിയാണ് മെയിൻ റീസൺ. വീട്ടിലേക്ക് വന്നാൽ പറയണ്ടല്ലോ, മടി പിടിക്കാണ്ട് പിന്നെ എവിടേക്കാണ് പോവുക. അതിന് മുൻപ് വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ നീറ്റപ്പോൾ തന്നെ കുറച്ച് നേരം വൈകിട്ടാണ് നീക്കുക. പറയണ്ടല്ലോ, പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, രാവിലെ നേരം വൈകിട്ടാണ് നീക്കുക. അപ്പം നമ്മളിപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊതുവേ ഞാൻ തടി കൂടും. നമ്മൾ വീട്ടിൽ നിന്ന്, ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്ന് നിന്നിട്ട് ഇവിടുന്ന് പോകുമ്പോഴേക്കും 2-3 കിലോ കൂടുതലുണ്ട്. അങ്ങനെ ഫുഡ് അടിയാണ് കേട്ടോ. അപ്പോൾ കാരണം നമ്മൾ ജനിച്ച് വളർന്ന് കഴിച്ച ടേസ്റ്റും അതൊരു പ്രത്യേക അത് പറഞ്ഞിട്ട് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യലുണ്ട്. ഞാനൊരു യൂട്യൂബ് ചാനൽ നോക്കിയിട്ടാണ് ചെയ്യുക. നല്ല റിസൾട്ട് തരുന്നതാട്ടോ. എനിക്ക് പേരിക്കിപ്പോൾ ഓർമ്മയില്ല. ഞാൻ 1 മണിക്കൂറിൻ്റെ എക്സസൈസാണ് ഞാനൊരു അരമണിക്കൂറൊക്കെ ചെയ്യലുള്ളൂ. കാരണം നമുക്ക് മസിലൊക്കെ ഭയങ്കര പെയിൻ, അത്ര ഇൻറ്റൻസ് വർക്കൗട്ടാണ് ഇതിൽ നമ്മൾ ചെയ്യണത്. ഞാൻ ഒരുപാട് നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ, കാരണം നമുക്കത് പറ്റും വേണ്ട. അങ്ങനെ എക്സസൈസ് ചെയ്യൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരെ കുളിക്കുകയാണ് ചെയ്യുക. കാരണം ഒരുവിധമൊക്കെ നമ്മൾ നന്നായിട്ട് വേർത്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിന് മുൻപ് നമ്മൾ ഞാൻ എക്സസൈസ് ചെയ്യാൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ തെച്ചുവിനുള്ള ഫുഡും ചായയൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടി നിൽക്കുക. കാരണം ഇതിന് ഒരുപാട് സമയം വേണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ അമ്മ പണിക്ക് പോയി, കുഞ്ഞാഞ്ഞില്ല എന്നാൽ ഏട്ടനും പണിക്ക് പോയി. പിന്നെ ശ്രീകുട്ടി ഞാൻ മാത്രമേ ഉള്ളൂ. അവൾ അറിഞ്ഞിട്ടില്ല വീഡിയോ എടുക്കുന്നത് മാത്രമേ. വിശന്നിട്ട് വയ്യാട്ടോ, അതാണ് പറയണത്. ശ്രീകുട്ടിയോട് ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചോളാൻ പറഞ്ഞു കേട്ടോ. ചാടിച്ചോളാൻ പറഞ്ഞു. ചപ്പാത്തി മീൻ കറിയാണ് കേട്ടോ. കാരണം ഞാൻ നന്നായി ലേറ്റായിരുന്നു. 10 മണി കഴിഞ്ഞായിരുന്നു. നീക്കുമ്പോൾ തന്നെ 7:15 ആയിരുന്നു കേട്ടോ അന്ന് നീക്കുമ്പോൾ. അങ്ങനെ ഞാൻ അത് 2 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയത്. പിന്നെന്താ, വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാവിലെ ചോറുണ്ടാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ എന്നല്ല, നമ്മൾ ഓൾറെഡി രാവിലെ കുഞ്ഞാനിക്ക് കൊണ്ടുപോകേണ്ട കാരണം നമ്മൾ ചോറും കറിയും ഉപ്പേരിയും പിന്നെ രാവിലത്തെ കടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. പിന്നെ അധികം പണിയൊന്നുമില്ല, തുടയ്ക്കാനും മാത്രം, പിന്നെ തിരുമ്പി കുളിക്കാനും മാത്രമേ ഉണ്ടാവലുള്ളൂ. പക്ഷേ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പരിപ്പ് കൂട്ടാൻ അങ്ങനെ എന്തെങ്കിലുമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ചപ്പാത്തി കഴിക്കും, അല്ലെങ്കിൽ ചോറുണ്ണും. ഒരു ദിവസത്തെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഇതിൽ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. വലിയ തോന്നുന്നു. കുറച്ച് ക്ലിപ്സ് ഞാൻ എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെന്താ, ഞാൻ കുറച്ച് നേരം തെച്ചുവിന് കാർട്ടൂൺ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ ഞാൻ കൈരളിയിലൊരു സിനിമ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫിലിം കണ്ടിട്ട് കുറച്ച് നേരം ഇരിക്കും. കുറച്ച് നേരം ഫുഡ് കഴിച്ചു. ഞാൻ കുറച്ച് സ്പീഡിലിട്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്നത്. പിന്നെന്താ, വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 14 ദിവസത്തെ ഇത് കിട്ടിയതാട്ടോ. വീട്ടിലേക്ക് വന്ന എന്ന് പറഞ്ഞിട്ടാ ദിവസങ്ങൾ പോവുക. വീട്ടിലേക്ക് പോകാൻ ഇനി 2 ദിവസം കൂടി ഉള്ളൂ. അങ്ങനെ പിന്നെ ചോറിനാണ്. കാരണം ഉച്ചയ്ക്ക് പിന്നെ ഇടയിലൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. ഇടയിൽ ഞാനിനി ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തെങ്കിലും വീഡിയോസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും നിൽക്കുക. അച്ഛനും ഉറക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നിവേദ്യം സിനിമ ഉണ്ടായിരുന്നു. ഭയങ്കരക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമയാട്ടോ. അത് കണ്ടിട്ട് നമ്മളങ്ങനെ ഫുഡ് കഴിച്ചു. പിന്നെന്താ, ഞാനും ശ്രീകുട്ടിയും കൂടിയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോഴത്തേക്ക് അമ്മ വന്നു കേട്ടോ. പണി കഴിഞ്ഞിട്ട് അമ്മ വന്നു. അവർ വീട്ടിലേക്കാണ് പണിക്ക് പോകുന്നത്. പണി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, അവിടെ മഞ്ഞിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ഒരു പാർക്കുണ്ട്. അത് വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പോൾ അങ്ങോട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ പാർക്കിലേക്ക് പോകലുണ്ട്. കാരണം അവനൊരു സന്തോഷമല്ല, കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടികൾ ഭയങ്കര കുറവാണ്. അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ടൈം എടുത്തിട്ടാണ്. ഇവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അതൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അമ്മയും പറയും കണ്ട് പോവാന്ന്. അങ്ങനെ പാർക്കിലേക്ക് പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞു. പിന്നെ ഞങ്ങളൊരുവിധം 6:30-7 മണിയൊക്കെ ആകുമ്പോഴാട്ടോ പോയത്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ മറന്നു തോന്നുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ വീട്ടിലേക്ക് പോയി കുഞ്ഞാനെ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. പിന്നെന്താ, വീട്ടിലേക്ക് വന്ന സ്ഥിരമാണ് അമ്മയുടെ മുടി ചിക്കർത്തരൽ. അങ്ങനെ മുടിയൊക്കെ വൃത്തിയാക്കി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. വീട്ടിലേക്ക് വന്നാൽ ഇതൊക്കെ തന്നെയാണ് മിക്കവാറും ദിവസങ്ങൾ നടക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ എവിടേക്കെങ്കിലുമൊക്കെ പോവും. അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. കൂടുതൽ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.